പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത വരണം. ഇടതിന്റെ 10 വർഷം നമ്മൾ സാമൂഹിക ക്ഷേമ പെൻഷൻ 2000 തന്നു. ഒരു 500 റുപ്യ 600 ആക്കിയിട്ട് 18 മാസം കുടിശ്ശിക. എങ്ങനെയുണ്ട്? ഇപ്പൊ അവരെ പ്രകടന പത്രികയിൽ പറയുന്നു ഞങ്ങൾ 3000 റുപ്യ തരും. കേട്ട് പറ്റിപ്പോണ്ടേട്ടാ. എന്റെ നാട്ടിലൊരു കുമാരേട്ടനുണ്ട്. നിശ്ചയം, കല്യാണത്തിന്റെ നിശ്ചയിക്കുന്ന ചുമതല മുഖ്യമായി കുമാരേട്ടനാണ്. നമ്മുടെ പാർട്ടിക്കാരനാണ് കുമാരേട്ടൻ. എല്ലാ മംഗലത്തിലും നിശ്ചയത്തിൽ പങ്കെടുത്ത് പറയും, ഇതാ മംഗലാണ്, ഇന്ന മാസം ഇന്ന മുഹൂർത്തത്തിൽ താലികെട്ട്, വരന്റെ വീട്ടിൽ നിന്ന് എത്ര ആള് വരും? 100 ആള് വന്നോട്ടെ. കല്യാണം, സ്വർണം 50 പവൻ തരുന്ന ഇവർ പറയുന്നത്. കുമാരേട്ടൻ പറഞ്ഞു 50 പവൻ. ചെക്കന്റെ കാരണവർ പറഞ്ഞു ഓക്കെ. വീണ്ടും പറഞ്ഞു കുമാരേട്ടൻ 50 പവൻ ഈ പറഞ്ഞാണേ ഉണ്ടാകുള്ളൂ. ചെക്കന്റെ കാരണവർ പറഞ്ഞു മതി, ഓക്കെ. കല്യാണം കഴിഞ്ഞ് 1 മാസം നടക്കുമ്പോൾ നമ്മുടെ ലോക്കൽ സെക്രട്ടറിന്റെ അടുത്ത് ചെക്കന്റെ കാരണവർ ആൾക്കാരല്ലേ, നിങ്ങളല്ലേ പറഞ്ഞേ. കുമാരേട്ടൻ പറഞ്ഞു 50 പവൻ തരാൻ. എന്നിട്ട് 50 പോയിട്ട് ഒന്നുമില്ല, 10 പവൻ പോലും തികച്ചില്ല. കുമാരേട്ടനെ ലോക്കൽ സെക്രട്ടറി വിളിപ്പിച്ചു, ഇല്ലടോ എന്തിനാ കുമാരേട്ടൻ ഇമ്മായി ഉറപ്പെല്ലാം കൊടുക്കുന്നത്? അപ്പൊ കുമാരേട്ടൻ പറഞ്ഞു, ഞാൻ അന്നേരം ഒരു കാര്യം പറഞ്ഞതിന് 50 പവൻ ആ പറഞ്ഞേ ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. നിശ്ചയിക്കുമ്പോൾ പറഞ്ഞില്ല 50 പവൻ ആ പറഞ്ഞേ ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നും കിട്ടും. അതുപോലെ വരെ 3000 കിട്ടുമെന്നില്ല. കടലാസിൽ 3000 അച്ചടിക്കും മാത്രം. പിന്നെ ഇപ്പൊ എന്താ അവർ പറയും, ഞങ്ങൾ KSRTC ഫ്രീ ആക്കും. പറ്റിപ്പോണ്ടേട്ടാ. കർണാടകയിൽ എന്താ അറിയോ? KSRTC സ്ത്രീകൾക്ക് ഫ്രീ. അത് കേട്ട് വിശ്വസിക്കണ്ട. കർണാടകയിൽ സ്ത്രീകൾക്ക് ഫ്രീയാ. ഭാര്യയും ഭർത്താവും പോകുമ്പോ ഭാര്യക്ക് ഫ്രീ, ഭർത്താവിന് ഡബിൾ ചാർജ്. എങ്ങനെയുണ്ട്? അതാ ഉണ്ടാവുക. അതുകൊണ്ട് ഇവര് മെയിൻ പരിപാടി പറ്റിക്കലാണ്. എന്തും പറയും, കൊടുക്കാത്ത വാഗ്ദാനങ്ങൾ എന്തും പറയും. ഇപ്പൊ ഇന്ന് ഞാൻ പത്രം വായിച്ചു പറഞ്ഞു, കോളേജിലെ കുട്ടികൾക്ക് ഞങ്ങൾ 1000 റുപ്യ കൊടുക്കും. ഇവര് വന്നാ കോളേജ് ഉണ്ടാവുക? കോളേജ് ഉണ്ടായാലല്ലേ കുട്ടിയെ കൊടുക്കണ്ടുള്ളൂ. നടക്കാത്ത വാഗ്ദാനങ്ങൾ, പാലിക്കാൻ പാടില്ലാത്ത വാഗ്ദാനങ്ങൾ. പണ്ട് നമ്മുടെ നാട്ടിലൊരു കലന്തൻ ഹാജിയുണ്ട്. ഞാൻ മത്സരിച്ച മണ്ഡലം വടകര മണ്ഡലം. ഞാൻ ചെറുപ്പത്തിലിരിക്കുമ്പോ കലന്തൻ ഹാജി എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. കുറെ വാഗ്ദാനം കൊടുക്കും. പൊന്നം പാലം പൊന്നാക്കും, ആകാശത്ത് പന്തലിടും. മൂപ്പറ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ മൂപ്പർ ഓട്ടോറിക്ഷ പോയിട്ട് എന്ത് ചെയ്യും? ഗേറ്റ് കൂട്ടുന്നതിന് മുമ്പിലാണ് നിർത്തും. ഈ മുമ്പ് അനൗൺസ് ചെയ്യും മൂപ്പർ, കലന്തൻ ഹാജി ഗേറ്റ് തുറക്കും, എല്ലാ വാഹനവും പോകുമല്ലോ. അതിന്റെ മൂപ്പർ മുമ്പ് അനൗൺസ് ചെയ്യും, ഇതാ 100 കണക്കിന് വാഹനങ്ങൾ അകമ്പടിയോടെ കലന്തൻ ഹാജി കടന്നു. ഇത് ഓട്ടോറിക്ഷ ഗേറ്റ് കൂട്ടിയതിന് വലിയ ക്യൂവാ. സിനിമാ തിയേറ്റർ വിടും, അതിന് മുമ്പ് പോയിട്ട് മൂപ്പർ കടന്നു കൊടുക്കും. എന്നിട്ട് മൂപ്പർ ശിഷ്യൻ അനൗൺസ് ചെയ്യും, ഇതാ 100 കണക്കിന് ആളുകളുടെ അകമ്പടിയോടെ വടകരയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കലന്തൻ ഹാജി കടന്നു വരുന്നു. ഓരോ പ്രഖ്യാപനം നടത്തും. അതുപോലെ കലന്തൻ ഹാജിമാരായി നമ്മുടെ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും മാറി. വാഗ്ദാനങ്ങൾക്കപ്പുറത്ത് ഇവര് വാഗ്ദാനം കൊടുത്തപ്പോൾ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ 2011, 2016 എന്തെല്ലാം വാഗ്ദാനം കൊടുത്തോ? ഇതിലേതെങ്കിലും പാലിച്ചോ? പാലിച്ചില്ല. 2011, 2016 ഇവർ ഭരിച്ചു, വാഗ്ദാനം കൊടുത്തു. വാഗ്ദാനങ്ങൾക്കപ്പുറത്ത് എന്താ കൊടുത്ത? ഒന്നുമില്ല. വാഗ്ദാനങ്ങളല്ലേ കൊടുക്കാൻ പറ്റൂ, പാലിക്കാൻ പറ്റുമോ? വാഗ്ദാനങ്ങൾ ഏറെയായിരുന്നു UDF. ഇപ്പൊ വീണ്ടും വാഗ്ദാനങ്ങളുമായി കടന്നു വരുന്നു. ഞങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനം പാലിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇടതിന്റെ തുടർച്ചയുണ്ടാകണം. ഇടത് തുടരുമെന്ന് കണ്ടപ്പോൾ ഇപ്പൊ പ്രചരിപ്പിക്കുന്നു. എന്താ? ഇപ്പൊ നിഷ്പക്ഷൻ ചിലർ വരികയാണ്. നിഷ്പക്ഷൻ എന്താ പറയാ? ഭരണം ഗംഭീരാണ്, മുഖ്യമന്ത്രി അതിനേക്കാൾ ഗംഭീരാണ്, മന്ത്രിമാർ എല്ലാം മികച്ചതാണ്. എന്നിട്ട് അവസാനം പറയും എന്നാലും ഒന്ന് പിണറായി മാറണം. അതാണ്, എന്നാലും ഒന്ന് പിണറായി മാറണം. ഒരു കാലത്തും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവർ, എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ പറ്റിച്ചവർ ആരാ? ഒരു ബുദ്ധിജീവി എന്നറിയോ? പണ്ട് TV ചർച്ചയിലെ സ്ഥിര ആളാ നമ്മളൊക്കെ. എന്ന് ഞാൻ ഏതാണ്ട് ഒരു 2020 ശേഷം പോക്കില്ല. അന്ന് നമ്മളെ കൂടെ ഇടുന്ന അടികൂടുന്ന ഒരാളുണ്ട്, MN കാരശ്ശേരി. അയാളാണ് ഇടതുപക്ഷം മാറണം എന്ന് പറയുന്ന ഒരാള്. പിന്നെ കൽപ്പറ്റ നാരായണൻ. ഈ കൽപ്പറ്റ നാരായണനെയും MN കാരശ്ശേരിയും പ്രഖ്യാപിത ഇടതുപക്ഷ വിരുദ്ധരായി നമുക്കറിയാമെങ്കിലും അപ്രഖ്യാപിതമായി അറിയാത്ത കുറെ ഇടതുപക്ഷ വിരുദ്ധരുണ്ട്. അവരൊക്കെയാണ് ഈ ഗവൺമെന്റ് മാറണം എന്ന് പറയുന്നത്. നമ്മളെ മാറ്റി ആരെയാ കൊണ്ടുവരേണ്ടത്? നമ്മളെ മാറ്റിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ UDF-നെയാണ് ഭരിക്കട്ടെ, ഭരണം. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു പോസ്റ്റാ, 3 ആള് മത്സരിക്കുന്നുണ്ട്, ഒരാള് EQ കാത്തു നിൽക്കുന്നുണ്ട്, വേറൊരു പേര് കൂടി നമ്മൾ കിട്ടും.
മൂന്നാളിക്കൊക്കെ അറിയാം. ഒന്ന് സതീശൻ, മറ്റൊന്ന് രമേശൻ, പിന്നെ സുധാകരൻ. നമ്മൾ നാട്ടുകാരനാണ്. അതിന് പുറമെ ഇക്യൂല് വന്നിറങ്ങാൻ വേറൊരാൾ നിൽക്കുന്നുണ്ട്. ആരാ അറിയോ? KC വേണുഗോപാൽ. ഈ 4 നിൽക്കുമ്പോഴാണ് വേറൊരു പേര് പറഞ്ഞ ഒരു വനിതാ മുഖ്യമന്ത്രി രാഹുൽജി. എന്നിട്ട് പറഞ്ഞു വനിതാ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അത് മലയാളം അറിയാത്ത ആളായിരിക്കണം. പിന്നെ MP ആയാൽ അഭികാമ്യം. പിന്നെയോ പിന്നെ പറഞ്ഞു ഇടക്കിടക്ക് മാത്രം കേരളത്തിൽ വരുന്ന ആളായിരിക്കണം. എന്നാ പിന്നെ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ പോരെ? 3 ആള് വെയിറ്റിംഗ് ലിസ്റ്റിൽ, ഒരാൾ എമർജൻസി കോട്ട കാത്തു നിൽക്കുന്നു. അതിന്റെ അപ്പുറത്താണ് വേറൊരാളെ കൊണ്ടിറക്കാൻ ശ്രമിക്കുന്നത്. ഒരു സ്ഥാനത്തേക്ക് 5 പേർ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരു കാര്യം അവർക്ക് ഉറപ്പിക്കാം, ഈ ആൾക്ക് കിട്ടാൻ പോകുന്ന കസേര മുഖ്യമന്ത്രി കസേര ആയിരിക്കില്ല. അവർ കിട്ടാൻ പോകുന്ന കസേര പ്രതിപക്ഷ നേതാവിന്റെ കസേരയായിരിക്കും.